ഓക്കെ, ഒരു സെക്കൻഡ്. താങ്ക് യു ഷാരോൺ വെരി മച്ച് ഡോക്ടർ ഫോർ കമ്മിങ് ഓൺ ദിസ് പ്ലാറ്റ്ഫോം. നമുക്ക് ഒരുപാട് പേര് ഇതുപോലെ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് കൊണ്ട് സഫർ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യണം, കുറെ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, അത് സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്, പക്ഷെ പിന്നെയും പിന്നെയും അത് ഫ്ലെയർ അപ്പ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാനായിട്ടാണ് ഞാൻ ഡോക്ടറിനോട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചത്. ഈ ആമവാദം അല്ലെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് വരാനുള്ള കാരണം എന്താണ്? അത് ജനറ്റിക് ആണോ? നമ്മള് ആമവാദം എന്ന് ആയുർവേദത്തിൽ പറയുന്നതിനെ ഓൾമോസ്റ്റ് കോറിലേറ്റ് ചെയ്യുന്നതാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. നമ്മളിപ്പോ ആമവാദത്തിന്റെ ലക്ഷണങ്ങൾ ഉള്ളവരിൽ 6 ഫാക്ടർ ചെക്ക് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ ആമവാദത്തിന്റെ ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ആയുർവേദത്തിൽ ആമവാദത്തിനെ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ കാരണങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ ടെക്സ്ച്വലി ആയുർവേദത്തിൽ പറയുന്ന ഒരു ശ്ലോകമുണ്ട്, ഊഷ്മണോ അല്പബലത്വേന ധാതുവാദി അപാചിതം എന്ന് പറയും. അതായത് ആമവാദത്തിലെ ആമം എന്താണ് ആദ്യം മനസ്സിലാക്കണം. ആമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊഷ്മണ അല്പബലത്വേന, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ലെ ഡൈജസ്റ്റീവ് പവറിന്റെ ബലം കുറവ് കാരണം, അല്പബലം കാരണം സംഭവിക്കുന്ന, അതായത് അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ നേരെ ചൊവ്വേ അത് ദഹിപ്പിക്കാതെ അത് ആമാശയത്തിൽ ചെന്നിട്ട് ഒരു ദുഷ്ട സാധനമായിട്ട്, അതായത് നന്നായിട്ട് ദഹിച്ച അടുത്ത ധാതുവിലേക്ക് പരിണമിക്കാൻ സമ്മതിക്കാതെ ഒരു ടോക്സിക് സാധനമായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നതിനാണ് ആമം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആമവാദത്തിന്റേക്കുള്ള ഒരു പോക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഒരു ഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമുക്ക് അതിന്റെ നിദാനം, അതായത് കാരണങ്ങൾ നോക്കുമ്പോഴേക്കും ഫസ്റ്റ് തന്നെ നമ്മൾ പറയേണ്ടതാണ് വിരുദ്ധാഹാരം എന്നുള്ളത്. അപ്പൊ വിരുദ്ധാഹാരം നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കേൾക്കുന്നത് മീനും മോരും തമ്മിൽ ചേരുന്നത് വിരുദ്ധാഹാരം അങ്ങനെയാണ്. പക്ഷെ പല രീതിയിലുള്ള വിരുദ്ധാഹാരങ്ങളുണ്ട്. അത് സംയോഗ വിരുദ്ധം, അതായത് ചിലപ്പോൾ ഇതേപോലെ 2 ഐറ്റംസ് ചേരുമ്പോൾ, ഇപ്പൊ പാല്, മീന്, ഇല്ലെങ്കിൽ പലതരം മാംസങ്ങള്, പലതരം മത്സ്യങ്ങൾ ഒരുമിച്ച്, ഇതെല്ലാം സംയോഗ വിരുദ്ധം എന്ന് പറയും. അതുപോലെ തന്നെ മാത്ര വിരുദ്ധം എന്ന് പറയും. നമ്മൾ തടി കുറയ്ക്കാൻ എന്നുള്ള രീതിയിൽ കഴിക്കുന്ന തേനും വെള്ളവും, അങ്ങനെ ഓരോ തേനും നെയ്യും, ഇതെല്ലാം ഈക്വൽ എമൗണ്ടിൽ അത് ആക്ച്വലി വിരുദ്ധമാണ്. അപ്പൊ ഓരോന്നിനും ഓരോ എമൗണ്ട് പറയുന്നുണ്ട്. അതേപോലെ വേറൊരു വിരുദ്ധമാണ് ക്രമവിരുദ്ധം എന്ന് പറയും. അതായത് നമ്മള് രാവിലത്തെ പ്രഭാത കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കുക, അതും ഒരു വിരുദ്ധത്തിൽ പെടുന്നതാണ്. അങ്ങനെ ഇത് ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഇങ്ങനെ ഓരോ വിരുദ്ധത്തിന്റെ സബായിട്ട് നമുക്ക് ഒത്തിരി എക്സാമ്പിൾസ് പറയാൻ പറ്റും. അപ്പൊ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് വിരുദ്ധാഹാരമായിട്ട് തന്നെ നമുക്ക് പറയാം. പിന്നെ പറയുന്ന ഒന്നാണ് ഈ മന്ദാഗ്നി എന്നുള്ളത്. അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ മന്ദഗതി, അത് മന്ദിച്ചിരിക്കുന്നു. അപ്പൊ അതിനെ നമ്മൾ ഒരു അഗ്നിയായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം, ഒരു ഫ്ലെയിം ആയിട്ട് ഓർക്കുക. നമ്മുടെ സ്റ്റോക്കിലുള്ളത് ലബ്ധം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഒരു ഫ്ലെയിം ആയിട്ട് കൺസിഡർ ചെയ്താൽ അതെപ്പോഴും നന്നായി നല്ല ഫ്ലെയിമിൽ നിന്നെങ്കിൽ മാത്രമേ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ദഹിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ഹെവി സാധനം ഇട്ട് കൊടുക്കുമ്പോൾ അത് കെട്ടുപോവുക ചെയ്യാം. അപ്പൊ അതിനെ എപ്പോഴും ദീപ്തമായിട്ടിരിക്കണം. അപ്പൊ അത് മന്ദമായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ആമവാദത്തിന്റെ ഒരു കാരണമാകാം. അപ്പൊ ഈ മന്ദമാകാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അതും പലതാണ്. നമ്മൾ കഴിക്കുന്ന ആവശ്യത്തിന് ആഹാരം കഴിക്കാതിരിക്കുക, ഇല്ലെങ്കിൽ അമിതമായി കഴിക്കുക, ഇല്ല നേരത്തെ പറഞ്ഞ വിരുദ്ധമായിട്ട് കഴിക്കുക. പിന്നെ അതുപോലെ കുറെ വിധികൾ പറയുന്നുണ്ട്. ഇത് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതൊന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ, ശരിക്കും നമ്മൾ ആഹാരം കഴിക്കേണ്ട രീതി ശാസ്ത്രത്തിൽ പറയുന്നത് ഉഷ്ണം, സ്നിഗ്ധം, അങ്ങനെ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. അതായത് എപ്പോഴും ചൂടുള്ള ആഹാരങ്ങൾ കഴിക്കുക, ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക, എപ്പോഴും സ്നിഗ്ധതയുള്ള, എന്ന് പറയുമ്പോൾ ഓയിൽ കണ്ടന്റ് കൂടുതലൊന്നുമല്ല, പക്ഷെ സ്നിഗ്ധത, സ്വതമേ ഒരു ഡ്രൈനെസ് കുറഞ്ഞ ആഹാരങ്ങൾ കഴിക്കുക. അതുപോലെ കഴിക്കുമ്പോൾ നമ്മൾ ഇരിക്കേണ്ട സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. അതുപോലെ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നെയോ പിന്നെയോ കഴിക്കുക. അങ്ങനെ ഓരോ പോയിന്റ്സിലും ഓരോ വളരെയധികം പോയിന്റ്സ് ഉണ്ട്. നമ്മുടെ അഗ്നി ദീപ്തമാണോ മന്ദമാണോ എന്നാക്കുന്നതിനുള്ള കാര്യങ്ങൾ കുറെ അധികം ഉണ്ട്. അപ്പം അതില് ഈ പല കാരണങ്ങൾ കൊണ്ട് മന്ദാഗ്നി ആയിട്ടുള്ളവർക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശരിയായ രീതിയിലുള്ള വ്യായാമം ചെയ്യാതിരിക്കുക, അതായത് ഹെവി ഫുഡ് കഴിച്ചതിന് ശേഷം ഭയങ്കരമായ വ്യായാമം ചെയ്യുക, ഇല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം നമ്മുടെ ഇൻടേക്ക് ഇല്ലാതിരിക്കുക. അപ്പം ഇങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ള ആമവാദത്തിലേക്കുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത്. പിന്നെ ഈ ഹെറിഡിറ്ററി ആണോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞൊരു ആമം എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അത് നമ്മൾ ആമാശയത്തിൽ സ്റ്റൊമക്കിന്റെ കൺസെപ്റ്റിൽ മാത്രം ചിന്തിക്കാതെ
ആമാശയത്തിൽ എത്തിയ ആ ടോക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ കോശത്തിലേക്കും എത്തുന്നുണ്ട്. ഫർദർ അതിന്റെ ഒരു ധാതു പരിണാമം എന്ന് പറയും, പരിണാമം സംഭവിച്ച് ഓരോ കോശത്തിലും എത്തുന്നുണ്ട്. അപ്പം ആയുർവേദ പ്രകാരം ഒരു കുട്ടിയുടെ ജനനം എന്ന് പറഞ്ഞാല് മാതാവിന്റെ പിതാവിന്റെയും ബീജത്തിൽ നിന്നാണല്ലോ. അപ്പൊ ആ ബീജത്തിന് ആ ഒരു അംശം എന്തായാലും ഉണ്ടാവും. അവർക്ക് ഇങ്ങനെ ഒരു ആമം ഉണ്ടെങ്കിൽ, ആ ഒരു ആമത്വം ഉണ്ടെങ്കിൽ അത് കുട്ടിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഹെറിഡിറ്ററി ആണ്. അലോപ്പതി പ്രകാരം ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്, ഇതൊരു ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. അത് ലക്ഷണങ്ങൾ ഓൾമോസ്റ്റ് സിമിലർ ആണ് നമ്മുടെ ആമവാദമായിട്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആയുർവേദത്തിൽ പറയുന്ന ആമവാദത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, അതായത് പ്രൈമറി ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒരു ആലസ്യം, അതായത് ഒരു മൊത്തത്തിലൊരു മടുപ്പ്, ക്ഷീണം, പിന്നെ ശരീരത്തിന് ഒരു ഹെവിനെസ് തോന്നുക, അതുപോലെ വിശപ്പ് ശരിക്കും ഇല്ലാതിരിക്കുക. വിശപ്പില്ല എന്ന് പറയുമ്പോൾ നമുക്കത് തിരിച്ചറിയണം. അതായത് നമ്മൾ കഴിച്ച ആഹാരം ദഹിച്ചോന്ന് അറിയാനുള്ള ടെക്നിക്സ് ഉണ്ട്. അത് അതനുസരിച്ച് നമ്മൾ ചെയ്യാം. കാരണം നമുക്കിപ്പോ വിശക്കുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോർമലി ഇപ്പോഴത്തെ ആൾക്കാർക്ക് നമുക്ക് അറിയത്തില്ല. കാരണം നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നു, ഉച്ചയ്ക്ക് കഴിക്കുന്നു, വിശന്നിട്ടല്ല കഴിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ വിശപ്പില്ലായ്മ, അപ്പൊ ഞാൻ പറഞ്ഞു തന്ന ലക്ഷണങ്ങളാണ്. അപ്പൊ വിശപ്പില്ലായ്മ, അതുപോലെ മൂത്രം കൂടുതൽ പോവുക, ബഹുമൂത്രത എന്ന് പറയും, മൂത്രം കൂടുതൽ പോവുക എന്ന കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക. ഇതെല്ലാം ഒരു ആമത്തിന്റെ ആമവാദത്തിലേക്കുള്ള ലക്ഷണങ്ങളാണ്. പിന്നെ ഉറപ്പായിട്ടും സന്ധിവേദനകളും മൊത്തത്തിലുള്ള ഒരു നീർക്കെട്ട്, രാവിലെ എണീക്കുമ്പോൾ ഒരു നീർക്കെട്ട്, മുഖത്തിനൊരു പഫിനെസ്, ശരീരത്തിനൊരു പഫിനെസ്, ഇതെല്ലാം ലക്ഷണങ്ങളാണ്. അപ്പം ആമവാദം എന്ന് പറയുമ്പോൾ നമ്മൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പറയുമ്പോൾ മോർണിംഗ് സ്റ്റിഫ്നെസ് ഒക്കെയാണ് ആദ്യം പറയുന്ന പോയിന്റ്സ്. പക്ഷെ അതിനു മുന്നേ തന്നെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളിലേക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫർദർ പ്രോഗ്രസ് ഒഴിവാക്കാൻ പറ്റും. കാരണം നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഇൻഫ്ലമേഷൻ വന്ന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ചിലപ്പോൾ എല്ലാം നോർമൽ ആയിരിക്കും. അപ്പൊ എല്ലാം നോർമൽ ആണെന്ന് പറഞ്ഞ് പോവാതെ ആ ഒരു നമ്മുടെ ശരീരം പറയുമ്പോൾ ബ്ലഡ് ടെസ്റ്റിന് മാത്രം എന്താണ് പറയാ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ശരീരം ഇങ്ങനെ കുറച്ച് സിംറ്റംസ് ഒക്കെ കാണിക്കുമ്പോഴേക്കും അതിനെ നമ്മളൊന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫർദർ ഇഷ്യൂ ഇല്ലാതെ പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ആമവാദം ഉള്ള ഒരാള്, അയാൾക്ക് ചില ദിവസം ഒരേ സീസണിൽ തന്നെ, ഇപ്പൊ സമ്മറാണ്, ചില ദിവസം അത് ഫ്ലെയർ അപ്പ് ചെയ്യും, ചില ദിവസം അത് അത്ര കുറച്ചുകൂടെ കാമാകും ബോഡി. അതെന്തുകൊണ്ടാണ്? തലേ ദിവസത്തെ ഭക്ഷണമോ എന്താണ് അതിന്റെ കാരണം? ഈ ഫ്ലെയർസ് എല്ലാം നേരത്തെ ഞാൻ പറഞ്ഞപ്പോ ഒരു വലിയ പോയിന്റ് വിട്ടുപോയി. അതായത് ഇതിന്റെ കാരണങ്ങളിൽ ഉറക്കം ഒരു മെയിൻ ഫാക്ടറാണ്. ദിവാസ്വപ്നം, അതായത് രാവിലെ കിടന്നുറങ്ങുക, രാത്രി ജാഗരണം, രാത്രിയിൽ ഉറങ്ങാതിരിക്കുക. ഇത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് എപ്പോഴും അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ വേദനകൾ വരുന്നതിനുള്ള ഒരു മെയിൻ റീസൺ ഇത് തന്നെയാണ്. അപ്പോ ഇങ്ങനെ ഇപ്പൊ ഒരു ദിവസത്തെ നമ്മൾ കൺസിഡർ ചെയ്താൽ ചിലപ്പം അവരുടെ ഡയറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. ചിലപ്പോൾ അന്ന് അവർക്ക് കൂടുതൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരു ഡയറ്റ് ആയിരിക്കാം അവർ കഴിച്ചത്, ഇല്ല ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ ഉറക്കം ശരിയായിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അതേപോലെ പോയി കിടന്നിട്ടുണ്ടാവാം. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അത് ഫ്ലെയർ അപ്പ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ക്ലൈമറ്റ് സെയിം ആണെങ്കിൽ പോലും അവരുടെ ഡയറ്റും പാറ്റേൺ, ലൈഫ് പാറ്റേണും വെച്ചിട്ട് തന്നെ ചേഞ്ചസ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ ഈ അഗ്നി എന്ന് പറഞ്ഞ സാധനത്തിന് നമുക്ക് പെട്ടെന്ന് തന്നെ കിൻഡിൽ ചെയ്യാനും അതേപോലെ അണയ്ക്കാനും പറ്റുന്ന സാധനം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ ബെറ്റർ ആയിട്ടും ചില ദിവസം സിവിയർ ആയിട്ടുള്ള പെയിനും ഒക്കെ തോന്നും. സ്ട്രെസ് ഇതിനെ അഫക്ട് ചെയ്യുമോ? സ്ട്രെസ്, മെന്റൽ സ്ട്രെസ്? ഉറപ്പായിട്ടും സ്ട്രെസ് നന്നായിട്ട് അഫക്ട് ചെയ്യും. ഒരുവിധം എല്ലാ അസുഖങ്ങൾക്കും സ്ട്രെസ് ഒരു മെയിൻ കാരണമാണ്. നമുക്കറിയാലോ, മെന്റൽ ഫാക്ടർ എന്ന് പറയുന്ന ഫിസിക്കൽ എൻറ്റിറ്റിന്റെ അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ലീപ്പ് പാറ്റേൺ അഫക്റ്റഡ് ആവും, ഫുഡ് പാറ്റേൺ അഫക്റ്റഡ് ആവും, സ്വാഭാവികമായിട്ടും അത് ഇൻഫ്ലമേഷനിലേക്ക് കൊണ്ടുചെല്ലുന്നതാണ്. സ്ട്രെസ്സും ഹൈലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ജോയിന്റ്സിൽ മാത്രം നിൽക്കുവോ അതോ ഇന്റേണൽ ഓർഗൻസിനെ ഒക്കെ അഫക്ട് ചെയ്യുവോ ഈ ആമവാദം? ആമം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇന്റേണലി ഉള്ള പ്രശ്നമാണ്. അത് പുറത്തേക്ക് കാണിക്കുന്നതാണ് ജോയിന്റ്സിലെ പെയിൻ ആയിട്ട്. അതപ്പം ജോയിന്റ്സിൽ മാത്രമല്ല, ജോയിന്റ്സിൽ നമ്മൾ ഇൻഫ്ലമേഷൻ കാണുന്നു എന്ന് പറയുമ്പോൾ അത് ജോയിന്റ്സിൽ വെച്ച് ലിമിറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഉള്ളിലത്തെ ഓരോ ഓർഗനിലും ആ ഒരു ഇൻഫ്ലമേഷൻ വരും. കാരണം ഒരു പ്രോസസ്സാണ്. ഇപ്പം ആയുർവേദത്തിന്റെ ഒരു കൺസെപ്റ്റ് മാത്രം ഞാനിപ്പോ പറയാം. ഒരു പാത്തോഫിസിയോളജി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ആമം ആമാശയത്തിൽ ചെന്ന് അബ്ഡോമനിലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ചെന്ന് ഒരു ടോക്സിറ്റി ഉണ്ടാക്കിയാൽ അത് ഫർദർ നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഓരോ ധാതുവായിട്ട് പരിണമിക്കണം. രസത്തിൽ നിന്ന് രക്തധാതു, അങ്ങനെ അങ്ങനെ പരിണമിച്ച് ഫൈനലി ഓജസിലേക്ക് എത്തുന്നത്.
അപ്പൊ ഈ ഓരോ പരിണാമത്തിലും ആമമാണ്, ടോക്സിസിറ്റി ആണ്, ടോക്സിക് മെറ്റീരിയൽസ് ആണ്, ഇല്ല ആ ഒരു ടോക്സിക് കണ്ടന്റ് ആണ് ട്രാൻസ്ഫർ ആവുന്നത്. ഒന്നെങ്കിൽ ട്രാൻസ്ഫർ ആവും, വലിയ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ആവാതെ സ്രോതോരോധം എന്ന് പറയും, കംപ്ലീറ്റ് ആയിട്ട് രോധം. അപ്പോഴാണ് നമുക്ക് കോൺസ്റ്റിപ്പേഷനും കംപ്ലീറ്റ് പഫിനെസ്സും ഒക്കെ വരുന്നത് സ്രോതോരോധങ്ങൾ സംഭവിക്കുമ്പോഴാണ്. അപ്പൊ ഇന്റേണലി ഉള്ള ഒരു ഇഷ്യൂന്റെ ഒരു പ്രസന്റേഷൻ മാത്രമാണ് ഈ ജോയിന്റ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ജോയിന്റ് ഇൻഫ്ലമേഷൻ ഉള്ളപ്പോൾ ലോക്കലി അവിടെ എന്ത് ചെയ്തിട്ടും റിസൾട്ട് വരത്തില്ല. ഇന്റേണലി നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്ത് ഇല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടത്തിയാൽ മാത്രമേ നമുക്കൊരു പെർമനന്റ് റിലീഫ് കിട്ടൂ. ഇതിന് നമ്മളൊരു അലർജി ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ബോഡി അലർജിക് ആയിട്ടുള്ള ഫുഡ്സ് എലിമിനേറ്റ് ചെയ്താൽ ബെറ്റർ ആവുമോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ടോന്ന് ചോദിച്ചാൽ അലർജി ടെസ്റ്റ് ചെയ്താൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ലാക്ടോസ് ഇൻടോളറൻസ് ചിലപ്പോൾ കാണിച്ചെന്ന് വരാം. അലർജി ടെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ചില കണ്ടീഷനിൽ ചിലർക്ക് പാൽ ആക്ച്വലി നമ്മൾ ആയുർവേദത്തിൽ കഴിക്കണം എന്ന് പറയുന്ന ഒരു സാധനമാണ്. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനമാണ്. പക്ഷെ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ, ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനിൽ പാല് പോലും നമ്മൾ അതായത് കഴിക്കരുതെന്നാണ് പറയാം. ഇല്ലെങ്കിൽ പാല് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് ഡ്രഗ്സും കൂടിയൊക്കെ ചേർത്ത് കാച്ചി വേണം കഴിക്കാൻ. പാല്, തൈര് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എപ്പോഴും ഇൻഫ്ലമേറ്ററി ആണ്. പിന്നെ ചിലർക്ക് ചില ആഹാരങ്ങൾ ഇൻഫ്ലമേറ്ററി ആണ്. ഇപ്പൊ ഞാൻ കഴിക്കുമ്പോൾ ഇൻഫ്ലമേറ്ററി ആവാത്ത ആഹാരം ചിലപ്പോൾ വേറൊരാൾ കഴിക്കുമ്പോൾ അവർക്ക് അത് ഇൻഫ്ലമേറ്ററി ആയിരിക്കും. അത് എപ്പോഴും ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. അപ്പം അലർജിക് ടെസ്റ്റ് ചെയ്താല് മേ ബി റിസൾട്ട് ഉണ്ടാവാം. പക്ഷെ അതുകൊണ്ട് മാത്രം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മൾ അത് എന്താണ് ഇങ്ങനെ ഓരോ കമ്പോണന്റ് എടുത്തു വെച്ച് നോക്കാതെ ഓവറോൾ നോക്കുമായിരിക്കും. ഇപ്പം ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാൽ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത്, കുറച്ചും കൂടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ചിന്തിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ലെവൽ ഓഫ് ടോളറൻസ് വെച്ചിട്ട് കഴിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ അതെ. ഉഴുന്ന് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് എന്താണ്? അത് കോമൺ ആൻഡ് സിമ്പിൾ. ഇഡ്ഡലി എന്ന് പറയുന്നത് എല്ലാ രോഗികളും കഴിക്കണം എന്ന് പറയുന്ന ഒരു ആഹാരമാണ്. അപ്പൊ അത് ഇൻഫ്ലമേറ്ററി ആണെന്ന് പറയുന്നത് എന്താണ്? ഇഡ്ഡലി ഇൻഫ്ലമേറ്ററി ആണ്. ഇഡ്ഡലി എല്ലാവരും കഴിക്കണം എന്ന് പറയത്തില്ല. ബിക്കോസ് അത് ചിലപ്പോ ഒരു കൺസെപ്റ്റിലായിരിക്കും സ്റ്റീംഡ് ആണെന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും പറയുന്നത്. ഇഡ്ഡലി പുട്ടും ഒക്കെ സ്റ്റീം ബേക്ഡ് ആണ്, അതുകൊണ്ട് സേഫ് ആണെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനല്ല. അതിലെ കണ്ടന്റ്സ് നോക്കുമ്പോൾ പക്ഷെ നമുക്ക് ഇഡ്ഡലി വേറെ രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാം. റാഗിയോ അങ്ങനെ വേറെ എന്തെങ്കിലും വെച്ച് ഉഴുന്ന് അവോയ്ഡ് ചെയ്ത് പുളിപ്പിക്കൽ എന്നുള്ള ഒരു പ്രോസസ്സ് അവോയ്ഡ് ചെയ്താൽ തന്നെ കുറെ ഇൻഫ്ലമേഷൻ കുറയും. ഉഴുന്ന് നല്ല ഫുഡാണ്. പക്ഷെ ഇൻ കേസ് ഓഫ് ഇൻഫ്ലമേഷൻ, ഇങ്ങനത്തെ ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉള്ളവർക്ക് അത് നല്ലതല്ല. പൊതുവെ ആരോഗ്യത്തിന് നല്ല സാധനമൊക്കെയാണ് ഉഴുന്ന്. പക്ഷെ ഡെയിലി യൂസിന് ഒരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്ന്, ഡെയിലി ഉപയോഗിക്കരുതെന്ന് പറയുന്ന സാധനമാണ് ഉഴുന്ന്. അപ്പൊ ഉഴുന്നിൽ വരും ദോശ, ഇഡ്ഡലി എല്ലാം വരും. അതുപോലെ ഈസ്റ്റ് അപ്ലൈ ചെയ്ത സാധനങ്ങൾ, പുളിപ്പിച്ച സാധനങ്ങൾ, അപ്പം, ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ആണ്. നമ്മൾ സേഫ് ആണെന്ന് വിചാരിക്കുന്നതാണ്. ഒരു സൈഡിൽ അത് വൈറ്റ് റൈസ് ആണ്, കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണ്, നമ്മൾ സേഫ് ആണെന്ന് പറയുമ്പോഴും. അതൊരു സൈഡ്. മറ്റേ സൈഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻഫ്ലമേറ്ററി ആണ്. കാരണം അത് പുളിക്കുന്നുണ്ട്, ഓവർനൈറ്റ് ഇരുന്ന് പുളിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൽ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഇനിയിപ്പോ അരിയാണെങ്കിൽ അരി, ഇല്ല റാഗിയോ മില്ലറ്റ്സ് എന്തെങ്കിലും ആണെങ്കിൽ അത് അപ്പൊ തന്നെ അരച്ചുണ്ടാക്കുന്ന ഫുഡാണ് എപ്പോഴും സേഫ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളവർക്ക്. അല്ലാത്തവർക്ക് ഉഴുന്ന് ഉപയോഗിക്കുന്നത് തെറ്റൊന്നും അല്ല. പക്ഷെ ഡെയിലി യൂസിനകത്ത് അത്ര റെക്കമെൻഡബിൾ അല്ല എന്നുള്ളതാണ്. ഇപ്പൊ തൈര് പോലെ തന്നെ ഒരു നമ്മള് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട സാധനമാണ് ഉഴുന്ന്. തൈര് എന്ന് പറയുമ്പോൾ ബട്ടർ മിൽക്ക് അതിൽ ഇൻക്ലൂഡഡ് അല്ല. ബട്ടർ മിൽക്ക് എപ്പോഴും നല്ലതാണ്, നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ഡൈജസ്റ്റീവ് ഫയറിനെ കിൻഡിൽ ചെയ്ത് നിർത്താൻ നല്ലതാണ്. പക്ഷെ കേർഡ് അങ്ങനെയല്ല, മോശമാണ്. ഈ ഫെർമെന്റഡ് ഫുഡ്സ് നമുക്ക് പ്രോബയോട്ടിക്സ് തരും, പോസ്റ്റ് ബയോട്ടിക്സ് തരും എന്ന് പറഞ്ഞ് അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുകയാണല്ലോ ഈ കാലത്ത്. അപ്പോൾ ആ ഫെർമെന്റഡ് ഫുഡ്സ് അത്ര നല്ലതല്ല എന്നാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു വരുന്നത്. ഞാൻ എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ തന്നെ എല്ലാ ദിവസവും അല്പം തൈര് അതിനകത്ത് മുന്തിരിങ്ങായിട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക് കോമ്പിനേഷൻ കഴിക്കുമ്പോൾ എനിക്ക് ഗ്യാസ് ഒക്കെ വരുന്നത് നല്ലതുപോലെ കുറയും. ഡെയിലി അതൊരു ഔൺസ് തൈരും ഈ മുന്തിരിങ്ങയൊക്കെ വെച്ചിട്ട്. അപ്പൊ അത് പ്രോബയോട്ടിക്സ് നമ്മുടെ ഇംബാലൻസ് ഗട്ട് ഡിസ്ബയോസിസ് കൊണ്ടാണ് അത് വരുന്നത്. അപ്പൊ അതിനെ ഇത് റീസെറ്റ് ചെയ്യുമെന്നും ഈ ലാക്ടോബാസിലസ് ഒക്കെ നമുക്ക് നല്ലതാണെന്നും പറയുന്നത്. അപ്പൊ നമ്മള് ഈ പുളിപ്പിച്ച ആഹാരം അവോയ്ഡ് ചെയ്താൽ, അതോ ഇത് ഒരു
സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടാക്കുമോ? എന്തുകൊണ്ടാണ് പുളിപ്പിച്ച ആഹാരം നല്ലതല്ല എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവർക്കും അല്ല. ഉഴുന്നും തൈരും ഒക്കെ ഉപയോഗിക്കാം, പക്ഷെ ഡെയിലി ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞത്. ഈ തൈരിന്റെ കേസിലാണെങ്കിൽ പോലും നമ്മൾ ആയുർവേദത്തിൽ അതിനെ ദതി എന്ന് പറയും. ഈ ദതിക്ക് ഡെയിലി യൂസ് ചെയ്തെന്ന് പറയുമ്പോഴും ഇനി യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നെല്ലിക്ക, ചെറുപയർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോ ഇപ്പൊ പ്രോബയോട്ടിക്സ് പ്രീബയോട്ടിക്സ് ഒക്കെ സംഭവം നല്ലതാണ്, പക്ഷെ അതും ഹോളിസ്റ്റിക് ആയിട്ട് അല്ലെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. ഇപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള ഒരാൾ ഇതേപോലെ എന്തും തൈര് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ സിംറ്റംസ് കൂടും, അവർക്ക് ഇൻഫ്ലമേഷൻ കൂടും. എന്നാൽ അത്ര ഇൻഫ്ലമേഷൻ ഇല്ലാത്തൊരു ബോഡി തൈര് ഡെയിലി കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് നോർമലി ഉള്ള ഒരു റുട്ടീനിൽ അങ്ങ് പൊക്കോളും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിരുദ്ധാഹാരങ്ങളും മന്ദാഗ്നി, ഇപ്പൊ വിരുദ്ധാഹാരം നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ചെറുപ്പം തൊട്ട് കഴിക്കുന്നതാണ് മോരുകറി, ഇല്ല തൈരും മീനും, തൈരും ഇറച്ചിയും കൂടെ ഒക്കെ ഉള്ള മിക്സ് എന്ന് പറയുന്നത്. പക്ഷെ ആർക്കും ഒന്നും പറ്റുന്നില്ലല്ലോ എന്നാണ്. അപ്പൊ ഈ വിരുദ്ധാഹാരത്തിന്റെ ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ തന്നെ ഉണ്ട്, നമുക്ക് സാധ്യമായിട്ടുള്ള സാധനങ്ങളും ഇല്ലെങ്കിൽ നമ്മുടെ അഗ്നി നല്ലതാണ്, നമുക്ക് നല്ല ഡൈജസ്റ്റീവ് പവർ ഉണ്ടെങ്കിലും നമ്മൾ നല്ല രീതിയിലുള്ള വർക്കൗട്ട് വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ വിരുദ്ധാഹാരങ്ങളൊന്നും നമ്മുടെ ശരീരത്തിനെ അഫക്ട് ചെയ്യുന്നില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കഴിച്ചാലും നമ്മളെ അത് അഫക്ട് ചെയ്തില്ല, നമ്മളത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയോ നമുക്കത് ഡിസീസ് ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. അപ്പം ഒരു ഓവറോൾ ഒരു സേഫ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡെയിലി കേർഡ് ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. പക്ഷെ ഇൻഫ്ലമേറ്ററി അല്ലാത്ത ശരീരത്തിൽ അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. എന്നാലും അതിൽ പ്രോസസ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് സേഫ് ആണ് എന്ന് പറയാം. ബേസിക്കലി അതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഈ ആമവാദം നമ്മൾക്ക് ഒരു എക്സ്റ്റെന്റ് വരെ നമ്മൾക്ക് തന്നെ നമ്മുടെ ദിനചര്യ, നമ്മുടെ ഭക്ഷണം എന്നിവ കൊണ്ട് കുറേയൊക്കെ നമ്മുടെ വേദനയും പ്രയാസങ്ങളും കൺട്രോൾ ചെയ്യാം. യോഗ കൊണ്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുമോ? യോഗ കൊണ്ട് ഉണ്ടാവും. യോഗ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു അഡീഷണൽ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. ഇപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഞങ്ങൾ സിവിയർ കണ്ടീഷൻ ഒക്കെ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈവൻ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ പോലും ചിലപ്പം യോഗ എന്ന് പറയുന്ന ഒരു വ്യായാമ മുറ ഇല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുക, ഇല്ലെങ്കിൽ മെന്റലി ഉള്ള ഒരു റിലീഫും കിട്ടുന്നുണ്ട്. ആ ഒരു സൈഡ് ചെയ്യുന്നത് ഓക്കെയാണ്, പക്ഷെ അതെപ്പോഴും സപ്പോർട്ടീവ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും സേഫ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഇപ്പം ഏറ്റവും പ്രൈമറി സ്റ്റേജ് ആണെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ ഒരു എന്താണ് ഒരു എനർജി കുറവോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്റ്റേജ് ആണ്, ചിലപ്പോൾ യോഗ മാത്രം ചെയ്താൽ നമുക്ക് അതിൽ റിലീഫ് കിട്ടും. പക്ഷെ ചിലപ്പോൾ ഒരു ഗ്രേഡോടെ കൂടിയതാണ് നമ്മൾ ഇന്റേണലി എന്തെങ്കിലും ഒന്ന് കൊടുത്ത് ഒന്ന് എന്താണ് ഡൈജസ്റ്റീവ് പവറിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്ത ശേഷം, പക്ഷെ യോഗ എപ്പോഴും കൂടെ കൊണ്ടുപോകുന്നത് നല്ലതാണ്, ഒരിക്കലും അത് മോശമല്ല. പക്ഷെ അതെപ്പോഴും ഒരു സപ്പോർട്ടീവ് സൈഡ് ആയിട്ട് കൊണ്ടുപോകുന്നത് നല്ലത്. അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും സപ്പോർട്ടീവ് ആയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. ഒരു ചോദ്യം കൂടെ, ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ്സ് എന്ന് പറയുന്ന ഫുഡ് കഴിച്ചാൽ നമുക്കിത് കുറച്ചൊക്കെ പ്രതിരോധിക്കാമോ? ഇപ്പോൾ ഉദാഹരണത്തിന് പല നിറങ്ങളുള്ള വെജിറ്റബിൾസ്, പല നിറങ്ങളുള്ള ഈ കണ്ണിനൊക്കെ നല്ലതാണെന്ന് പറയുന്ന ചില എന്താ പ്ലാന്റ് പോളിഫിനോൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ആന്റി ഓക്സിഡൻസ് ആണെന്ന് പറയും. അപ്പൊ ഈ ആന്റി ഓക്സിഡൻസ് അല്ലാതെ തന്നെ ആന്റി ഓക്സിഡന്റ് ഫുഡ്സ് ലൈക്ക് മഞ്ഞള്, ഇഞ്ചി ഇവയൊക്കെ കഴിച്ചാൽ നമ്മൾക്ക് നമ്മുടെ ഭക്ഷണത്തിന്റെ കോമ്പിനേഷനിൽ ഇതൊക്കെ ആഡ് ചെയ്താൽ അതിന്റെ ഇൻഫ്ലമേഷനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? ഇൻഫ്ലമേറ്ററി ടെൻഡൻസിയെ കുറയ്ക്കാൻ പറ്റുമോ? അറിയാവുന്ന ഫുഡ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാം, അറിയാൻ വയ്യാത്ത ഫുഡ്സും ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ കോമ്പിനേഷൻ, നമ്മളുടെ കേരളത്തിൽ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട് വളരെ സിംബയോട്ടിക് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യൂ? ഇഞ്ചി, മഞ്ഞൾ, പിന്നെ അതെ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുഡിന് നല്ല ഒരു എന്താണ് ഒരു പാർട്ട് ഉണ്ട് ഈ ആമവാദത്തിൽ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും ഡൈജഷനും അപ്പം ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ ഈ പറഞ്ഞ വെജിറ്റബിൾസ് ആണെങ്കിൽ കൂടി നമ്മൾ റോ ആയിട്ട് വെജിറ്റബിൾസ് കഴിക്കുന്നത് അത്ര സേഫ് അല്ല. റോ ആയിട്ട് കുക്ക് ചെയ്യാതെ കഴിക്കുന്നത് സേഫ് അല്ല എന്നാണ് പറയുന്നത്. കാരണം ആയുർവേദ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് അത് സേഫ് അല്ലാന്ന് തന്നെയാണ്, വാദത്തിനെ കൂട്ടുന്നതാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ അതിനൊരു ഹാഫ് കുക്ക്ഡ് ആയിട്ടോ കുറച്ച് നെയ്യോ കൗഗിയോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് അതിനൊന്ന് സ്നിഗ്ധമാക്കി കൺസ്യൂം ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഏത് ഫുഡാണേലും അതിൻ്റെതായ രീതിയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് ഒത്തിരി സപ്പോർട്ടീവ് ആയിരിക്കും.
ഈ കേസിൽ. പക്ഷെ നേരത്തെ പറഞ്ഞാൽ അത് എപ്പോഴും ഒരു സപ്പോർട്ടീവ് സൈഡ് മാത്രമാണ്. അതിന്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ എടുത്തേ മതിയാവും. മെഡിസിൻ മാത്രമല്ല, ഇപ്പൊ ആയുർവേദത്തിന്റെ ഒരു രീതിയിലാണെങ്കിൽ എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് ഒക്കെ ഭയങ്കര റിസൾട്ട് ആണ് വരുന്നത്. ഇപ്പൊ നമ്മൾ അലോപ്പതിയിലേക്ക് പോകുന്നതിനെക്കാട്ടിലും ആമവാദത്തിന് പ്രത്യേകിച്ച് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കണ്ടീഷനാണ്. കാരണം നമ്മൾ ഇന്റേണലി ഉള്ള ഇഷ്യൂവിനെ അങ്ങ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി തന്നെ ബാക്കി എല്ലാത്തിനെയും അങ്ങ് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നോളും. അപ്പം ഫുഡും പ്ലസ് മെഡിക്കേഷൻസും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് കണ്ടീഷൻ. ഇപ്പോ വളരെ ഒരു റേഞ്ച് ആണ് സ്മൂത്തി. കേൾക്കാമോ ഞാൻ പറയുന്നത്? ഡിസ്റ്റർബൻസ് ഉണ്ടോ? സ്മൂത്തീസ് എന്ന് പറഞ്ഞ് വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ട് അടിച്ച് എല്ലാവരും കുടിക്കുന്നുണ്ട്. അത് റോ ഫുഡിൽ ഉൾപ്പെടുമോ അതോ സ്നിഗ്ധമായ ആഹാരത്തിൽ ഉൾപ്പെടുമോ? അത് അതിലെ കണ്ടന്റ് അനുസരിച്ചിരിക്കും. പക്ഷെ മോസ്റ്റ്ലി അത് നമ്മൾ അത്ര പ്രൊമോട്ട് ചെയ്യാത്തതാണ്. ഇവർ ഈ ABC ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം വൈറലായി എല്ലാവരും യൂസ് ചെയ്യും. ഓൾമോസ്റ്റ് എല്ലാവരും സ്കിന്നിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സംഭവം നല്ലതാണ് ഒരു പെർസ്പെക്റ്റീവില്. പക്ഷെ ഒരു സാധനവും ഡെയിലി യൂസിന് ഇങ്ങനെ റോ ആയിട്ട് കിട്ടുന്ന ഒന്നും നമ്മൾ ഡെയിലി കുടിക്കേണ്ട സാധനങ്ങളല്ല. അതേപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അത് വെജിറ്റബിൾസ് മാത്രം റോ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി പാൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിരുദ്ധമാവാനും ചാൻസ് ഉണ്ട്. ഇപ്പൊ എന്ത് ഇൻഗ്രീഡിയന്റ് ആണ്, ഇപ്പൊ പഴവും പാലും കൂടെയാണ് പുളിയും മധുരവും കൂടെ ഉള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വിരുദ്ധമാണ്. അത് ലോങ് ടേമിൽ സ്കിൻ ഡിസീസ് പോലത്തെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം സ്മൂത്തിയുടെ കണ്ടന്റ് അനുസരിച്ചിട്ട് പറയേണ്ടി വരും. പക്ഷെ മോസ്റ്റ്ലി അത്ര ഡെയിലി യൂസിന് അത് അത്ര സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പൊ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിൽ പോലും അതെങ്ങനെ യൂസ് ചെയ്തു. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പൊ സ്ഥിരം എല്ലാവരും കഴിക്കുന്നതാണ്. അപ്പൊ അത് സോക്ക് ചെയ്തിട്ടാണോ, എത്ര എമൗണ്ടിൽ യൂസ് ചെയ്യുന്നു, അങ്ങനെ എല്ലാത്തിനും ഒരു ലിമിറ്റും, പിന്നെ ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നത് എത്ര എമൗണ്ടിലാണ്, അല്ലെ ഡെയിലി യൂസ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. കാരണം ഓരോ പ്രകൃതിക്കാർക്ക് ഇപ്പം കഫപ്രകൃതി നമ്മൾ പറയുന്ന ഒരു ടീമുണ്ട്. അവര് കുറച്ച് റോ ആയിട്ട് കഴിച്ചാൽ അത്ര കുഴപ്പമൊന്നും പറ്റില്ല. പക്ഷെ വാദപ്രകൃതിക്കാര് ആൽമണ്ട് ഒക്കെ അങ്ങനെ എടുത്ത് കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ആവാം, വാദം കൂടിയിട്ടുള്ള അസുഖങ്ങളാവാം. അപ്പൊ അങ്ങനെ എപ്പോഴും സ്പെസിഫിക് ആയിട്ട് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇങ്ങനത്തെ ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ആഡ് ചെയ്ത ഭക്ഷണങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ഡയറ്റിലേക്ക്. പണ്ടിതൊന്നും ഇല്ലാതിരുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഒത്തിരി ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ പുളിപ്പിച്ച ആഹാരത്തില് പഴങ്കഞ്ഞി ഉൾപ്പെടുവോ? പുളിപ്പിച്ച ആഹാരം കഴിക്കരുത് എന്ന് പറയുമ്പോ പഴങ്കഞ്ഞിയിൽ പച്ചമോര് ഒഴിച്ച് കഴിച്ചാൽ അത് ആണ്. ഓക്കെ, അതും പുളിപ്പിച്ചത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഹെവി സാധനമാണ്. പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ഫുഡാണ്. ഇപ്പൊ പണ്ട് പുറത്തൊക്കെ ജോലിക്ക് പോയിരുന്നവര് രാവിലെ കഴിച്ചിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ കഴിച്ചു. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ വളരെ സെഡൻറ്ററി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാള് പഴങ്കഞ്ഞി ഒരു എമൗണ്ടിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത് മോശം ഫുഡല്ല. മോശം ഫുഡല്ല. അല്ല, പോർഷൻ സൈസ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് അല്ലേ? പോർഷൻ സൈസ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ആര് കഴിക്കുന്നു എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം പുളിച്ചതകട്ടുണ്ട് ഒരു ഏമ്പക്കത്തില് പുളിപ്പ്, ഒരു നെഞ്ചരിച്ചിലുള്ള ഒരാള് അത് കഴിക്കുന്നതും അതൊന്നും ഇല്ലാതെ നോർമലി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതൊന്നും മോശം ഫുഡാന്നല്ല. ചിലപ്പോൾ ഡെയിലി യൂസിന് അത് ചെയ്യണോന്നുള്ളത് നമ്മൾ ചിന്തിച്ച് ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇതെല്ലാം നല്ലതാണ്. ഈവൻ കേർഡ് എന്ന് പറയുന്നത് നല്ലൊരു ഐറ്റം ആണ്. പക്ഷെ അത് യൂസ് ചെയ്യുന്നതിന് നമ്മൾ ചിന്തിച്ചില്ലേ അത് എന്തിന്റെ കൂടെ ആഡ് ചെയ്യണോ, അതെയോ ചിലരുടെ ബോഡിക്ക് അത് ബട്ടർ മിൽക്ക് ആയിട്ടായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ ചിന്തിച്ച് ചെയ്യണം. ഇന്ന സമയത്ത് കഴിച്ചാൽ, ഇപ്പം ഉച്ച സമയത്ത് തൈര് കഴിക്കുന്നത് മോശമാണ്. നമ്മൾ എപ്പോഴും ഉച്ച സമയത്താണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ടൈമിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. തൈര് എപ്പോഴാണ് കഴിക്കേണ്ടത്? തൈര് ഉച്ച സമയത്ത് കഴിക്കുന്നതാണ് ഏറ്റവും മോശം. ബാക്കി സമയങ്ങളിൽ ബെറ്റർ ആണ്. രാത്രി കഴിച്ചുകൂടാത്ത ഭക്ഷണമാണ് തൈരെന്ന്. രാത്രി കഴിക്കാൻ പാടില്ല. രാത്രി രാവിലെ ഓക്കെയാണ്. പക്ഷെ എപ്പോഴും ഇത് കഴിക്കുമ്പോൾ ഇതേപോലെ അഡീഷൻസ് അതിന്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് കഴിക്കണം എന്നാണ് എപ്പോഴും പറയുന്നത്. ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലമേറ്ററി ആണ്, അഭിഷന്ധമാണ്. അപ്പൊ ഉച്ചയുടെ ആ ഒരു ക്ലൈമറ്റും ഇതും കൂടെ ചേരുമ്പോൾ കൂടുതൽ അഭിഷന്ധം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് അത്ര നമ്മൾ എന്താണ് റെക്കമെൻഡ് ചെയ്യാത്തത്. താങ്ക് യു ഡോക്ടർ. ഇത്രയും സംശയങ്ങളൊക്കെ, എനിക്കിതെല്ലാം വളരെ പുതിയതായ അറിവുകളാണ്. ഇത്രയും സംശയങ്ങളൊക്കെ നിവാരണം ചെയ്ത് ഇത് ഈ ആർത്രൈറ്റിസ് ഉള്ളവർക്ക് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതിലെ സജഷൻസ് കുറച്ചൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ അവരുടെ വേദനകളും പ്രയാസങ്ങളും ഒരളവ് വരെ കുറയ്ക്കാൻ അവർക്ക് സാധിക്കും. പിന്നെ അവരുടെ ചികിത്സയുടെ ഓപ്ഷൻസ് അവരുടെ ഓൺ ഡിസിഷൻസ് ആണ്, ഏത് ഫീൽഡ് എടുക്കുന്നു എന്നുള്ളത്. പക്ഷേ എന്നാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾക്ക്
സ്ട്രെച്ചസ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം, മനസ്സിനെ സമാധാനം ആക്കാം, ഉറക്കം ക്രമീകരിക്കാം. പിന്നെ എന്നും ഇഡലിയും ദോശയുമാണ് 90% ആളുകളുടെയും. ആ ഇഡലി, ദോശ, അപ്പം, പുളിച്ച ആഹാരങ്ങൾ കുറയ്ക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യാം, സ്മൂത്തീസ്, റോ ഫുഡ്സ് ഒഴിവാക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുതിയ അറിവാണ്. റോ ഫുഡ്സേ കഴിക്കാവൂ, അതിലാണ് എൻസൈംസ് കൂടുതൽ, അതുകൊണ്ട് അതാണ് ഹെൽത്തി എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്, റോ ഫുഡ് ഫീൽഡ് ഉണ്ട്. പക്ഷെ അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും പലപ്പോഴും തോന്നും അങ്ങനെ ചെയ്താൽ എൻ്റെ ഡയബറ്റിസ് മാറുമായിരിക്കും. മിക്കവാറും മാറും, കാരണം ഒന്നും ദഹിക്കുകയില്ല. അപ്പൊ ചിലർക്ക് അത് ഓക്കെയാണ്. അതാ നമ്മളെപ്പോഴും ഒരു കാര്യം കേൾക്കുമ്പോൾ അതിനെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് എടുക്കാൻ ചിന്തിക്കണം. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കും, അവർക്ക് ഓക്കെ ആയിട്ട് പോകും. പക്ഷെ വേറൊരു ഗ്രൂപ്പിന് അത് കോൺസ്റ്റിപ്പേറ്റീവ് ആയിരിക്കാം, ചിലർക്ക് അത് ഡയറി ഉണ്ടാക്കാം. അപ്പൊ എപ്പോഴും നമ്മുടെ ബോഡിനെ ചിന്തിച്ച് നമ്മൾ സെലക്ട് ചെയ്യണം. എപ്പോഴും ഒരു ഗൈഡൻസോടെ, നമുക്ക് സ്വന്തമായിട്ട് പറ്റില്ലെങ്കിൽ ഒരു ഗൈഡൻസോടെ ചെയ്യുന്നത് എപ്പോഴും നല്ലത്. ശരി ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. വന്നല്ലോ, നന്ദി, നമസ്കാരം. ശരി, ഓക്കെ.